സെക്ഷൻ 43B. സെക്ഷൻ 43B എന്ന് പറയുന്നത് PGBP കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസലവൻസ് ആണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സെക്ഷൻ 43B. ഈ സെക്ഷൻ 43B എന്ന് പറയുന്നത് ഒരു അസസി ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മെർക്കൻഡൈൽ സിസ്റ്റത്തിലാണെങ്കിൽ മാത്രമേ ഈ 43B എന്നുള്ള സെക്ഷൻ വരികയുള്ളൂ. അതായത് അക്കൗണ്ട്സ് നമ്മുടെ ഇൻകം ടാക്സിനകത്ത് PGBP എന്ന് പറയുന്ന ഹെഡിലും ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന രണ്ട് ഹെഡിലും ഒരു അസസിക്ക് അവന് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യാം. അവന് വേണമെങ്കിൽ മെർക്കൻഡൈൽ സിസ്റ്റം ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് സിസ്റ്റം റെഗുലർ ആയിട്ട് ചൂസ് ചെയ്യാം. ഇത് മാറി കളിക്കരുത്, ഇതിലേതെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ഒരു അസസി PGBPക്കകത്ത് മെർക്കൻഡൈൽ സിസ്റ്റത്തിലാണ് ബുക്ക് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവന്റെ PGBP ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്തുള്ള വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് 43B. എന്താണ്? ഇനി പറയുന്ന 6 എക്സ്പെൻസുകൾ ഡ്യൂ ബേസിസിൽ അവൻ P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഡ്യൂ ആയി, P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഡ്യൂ ബേസിസിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ഈ എക്സ്പെൻസ് അവന്റെ പ്രീവിയസ് ഇയർ കഴിഞ്ഞിട്ട് വരുന്ന അസസ്മെന്റ് ഇയറിലെ ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയലിന്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ പേ ചെയ്യാതിരുന്നാൽ, പ്രീവിയസ് ഇയറിലെ ഈ എക്സ്പെൻസ് അസസ്മെന്റ് ഇയറിലെ റിട്ടേൺ ഫയലിന്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ പേ ചെയ്യാതിരുന്നാൽ that expense will be disallowed temporarily. അപ്പോൾ സെക്ഷൻ 43B-ക്കകത്ത് ഒരു 6 എക്സ്പെൻസ് പറയും. ഈ 6 എക്സ്പെൻസ് നമ്മുടെ ഇൻകം ചെയ്ത പ്രീവിയസ് ഇയർ കഴിഞ്ഞിട്ട് വരുന്ന അസസ്മെന്റ് ഇയറിലെ ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റിനുള്ളിൽ പേ ചെയ്യാതിരുന്നാൽ ദാറ്റ് എക്സ്പെൻഡിച്ചർ വിൽ ബി ഡിസലൗഡ്. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ജൂലൈ 31 അല്ലെങ്കിൽ ഒക്ടോബർ 31 ഓഫ് ദ അസസ്മെന്റ് ഇയർ ആണ് ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയലിന്റെ ഡ്യൂ ഡേറ്റ്. ടാക്സ് ഓഡിറ്റ് ഉള്ള വ്യക്തികൾക്ക് ഒക്ടോബർ 31, ടാക്സ് ഓഡിറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ജൂലൈ 31. അപ്പം ഈ പറയുന്ന 23-24 എന്ന് പറയുന്ന പ്രീവിയസ് ഇയറിലെ ഈ 6 എക്സ്പെൻസ് പേയ്മെന്റ് ചെയ്യാനുള്ള സമയം 2024 ജൂലൈ 31 അല്ലെങ്കിൽ 2024 ഒക്ടോബർ 31 വരെയാണ്. അതായത് പ്രീവിയസ് ഇയർ കഴിഞ്ഞിട്ട് വരുന്ന അസസ്മെന്റ് ഇയറിലെ ITR ഫയലിന്റെ ഡ്യൂ ഡേറ്റിനുള്ളിലെങ്കിലും നിങ്ങൾ പേ ചെയ്യണം, ആക്ച്വലി പേയ്മെന്റ് നടത്തിയിരിക്കണം. ഇപ്പൊ മെർക്കൻഡൈൽ സിസ്റ്റം പ്രകാരം എക്സ്പെൻസ് ഡ്യൂ ആവുമ്പോൾ തന്നെ നമ്മൾ പേയബിൾ എൻട്രി ഒക്കെ ഇട്ട് എക്സ്പെൻസ് P&L അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഡെബിറ്റ് ചെയ്യും. പക്ഷേ അത് പോരാ, അത് പേ ചെയ്യും കൂടെ ചെയ്യണം. ഇല്ലെങ്കിൽ ഡിസലോ ചെയ്യുമെന്ന് നമ്മുടെ PGBP ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഡിസലോ ചെയ്യും. ഏതൊക്കെ എക്സ്പെൻസുകളാണ് സെക്ഷൻ 43B-ക്കകത്ത് ഡിഡക്ഷൻ ഓൺ പേയ്മെന്റ് ബേസിസ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? നമ്പർ 1, എനി ഡ്യൂട്ടി, ടാക്സ്, സെസ്, ഫീസ് പേയബിൾ ടു ഗവൺമെന്റ് അണ്ടർ എനി ലോ. ഏതെങ്കിലും നിയമപ്രകാരം ഗവൺമെന്റിന് കൊടുക്കാനുള്ള ഡ്യൂട്ടീസ്, ടാക്സസ്, സെസ്, ഫീസ് പേയബിൾ ടു ഗവൺമെന്റ് അണ്ടർ എനി ലോ. അപ്പൊ ഏതെങ്കിലും നിയമപ്രകാരം ഗവൺമെന്റിന് കൊടുക്കേണ്ട ഡ്യൂട്ടി, ഗവൺമെന്റ് കൊടുക്കേണ്ട ടാക്സ്, ഗവൺമെന്റ് കൊടുക്കേണ്ട സെസ്, ഫീസ്. ഫോർ എക്സാമ്പിൾ GST പേയബിൾ ടു ഗവൺമെന്റ്, മുനിസിപ്പൽ ടാക്സ് പേയബിൾ ടു ഗവൺമെന്റ്, കസ്റ്റംസ് ഡ്യൂട്ടി പേയബിൾ ടു ഗവൺമെന്റ്. അതുപോലെ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ടാക്സ്, ഇപ്പൊ ഒരു കോറി ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ ആ കോറി ബിസിനസ് നടത്തുന്ന ആള് ജിയോളജിക്കൽ വകുപ്പിൽ കൊണ്ടുവന്ന് അയാൾ റോയൽറ്റി പേ ചെയ്യണം, അത് ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു ഫീസാണ്. അപ്പോൾ എനി ഡ്യൂട്ടി, ടാക്സ്, സെസ്, ഫീസ് പേയബിൾ ടു ഗവൺമെന്റ് അണ്ടർ എനി ലോ. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പറയുമ്പോൾ GST, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, മുനിസിപ്പൽ ടാക്സ്, ഇങ്ങനത്തെ ഐറ്റം P&L അക്കൗണ്ട് ഡെബിറ്റിലുണ്ടെങ്കിൽ അത് പേ ചെയ്തോ എന്ന് നോക്കണം. റിട്ടേൺ ഫയലിന്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ പേ ചെയ്തില്ലെങ്കിൽ ഡിസലോ ചെയ്യും. ഇതാണ് ആദ്യത്തെ ഐറ്റം, എനി ഡ്യൂട്ടി, ടാക്സ്, സെസ്, ഫീസ് പേയബിൾ ടു ഗവൺമെന്റ് അണ്ടർ എനി ലോ. ഈ 43B-യിൽ പറയുന്ന രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബിസിനസിന്റെ ആവശ്യത്തിന് ലോൺ എടുത്തു. ലോൺ എവിടെ നിന്ന് എടുത്തേ? ബാങ്കിൽ നിന്നാണോ ലോൺ എടുത്തത്? പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ നിന്നാണോ ലോൺ എടുത്തത്? സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ കയ്യിൽ നിന്നാണോ ലോൺ എടുത്തത്? സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷന്റെ കയ്യിൽ നിന്നാണോ ലോൺ എടുത്തത്? നോട്ടിഫൈഡ് NBFC-യുടെ കയ്യിൽ നിന്നാണോ ലോൺ എടുത്തത്? അപ്പൊ നോട്ടിഫൈഡ് NBFC, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്, ഇത്രയും സ്ഥാപനങ്ങളിൽ നിന്നാണ് ബിസിനസിന്റെ ആവശ്യത്തിന് ലോൺ എടുത്തതെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ പേ ചെയ്യണം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ കഴിഞ്ഞിട്ട് വരുന്ന അറ്റ്ലീസ്റ്റ് റിട്ടേൺ ഫയലിന്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ പേ ചെയ്യണം. ആ ഇൻട്രസ്റ്റ് ഡ്യൂ ആയാൽ പോരാ, അത് പേ ചെയ്താലേ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ LIC, ICICI, IDBI, IFCI, UTI, ഇതൊക്കെയാണ് ഇവിടുത്തെ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഒരു സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരു സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക്, നോട്ടിഫൈഡ് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന നോട്ടിഫൈഡ് NBFC, പിന്നെ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ബാങ്ക്സ്, ഇത്രയും പേരുടെ കയ്യിൽ നിന്ന് ബിസിനസിന്റെ ആവശ്യത്തിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് 43B പ്രകാരം ആക്ച്വലി പേ ചെയ്താലേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. അത് പേ ചെയ്യാത്ത ഇൻട്രസ്റ്റ് ഡിസലോ ചെയ്യും സെക്ഷൻ 43B. ഇവിടെ ഈ ബാങ്കുകളിൽ നിന്ന് പലപ്പോഴും നമ്മൾ ലോൺ എടുത്തിട്ട് ആ ലോണിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാതെ വരുമ്പോൾ അരിയേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ കുമിഞ്ഞു കൂടുന്ന സമയത്ത് പലപ്പോഴും ബാങ്കുകൾ സെറ്റിൽമെന്റിന് വിളിക്കും.
ബാങ്കുകൾ സെറ്റിൽമെന്റിന് വിളിച്ചിട്ട് നമ്മളോട് പറയും ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇപ്പോൾ ഒരുമിച്ച് ഇത്ര ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളൊരു സാവകാശം തരാം, ഈ അരിയേഴ്സ് ഓഫ് ഇൻട്രസ്റ്റിനെ ഒരു പുതിയ ലോണാക്കി കൺവേർട്ട് ചെയ്ത് തരാമെന്ന് പറയും. ഒരു ഫ്രഷ് ലോണാക്കി കൺവേർട്ട് ചെയ്ത് തരാമെന്ന് ഈ അരിയേഴ്സ് ഓഫ് ഇൻട്രസ്റ്റിനെ. അങ്ങനെ അരിയേഴ്സ് ഓഫ് ഇൻട്രസ്റ്റിനെ ഫ്രഷ് ലോണാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്. അങ്ങനെ കൺവേർട്ട് ചെയ്താൽ ആ കൺവേർഷനെ പേയ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നമുക്ക് സ്വാഭാവികമായി നോക്കിയാൽ തന്നെ മനസ്സിലാവും, അരിയേഴ്സ് ഓഫ് ഇൻട്രസ്റ്റിനെ വീണ്ടും ഒരു ലോണാക്കി കൺവേർട്ട് ചെയ്തെന്നും പറഞ്ഞ് അവിടെ റിയൽ പേയ്മെന്റ് നടക്കുന്നില്ല. ജസ്റ്റ് ഇന്നലെ വരെ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ളത് ഇനി മുതൽ ഒരു ഫ്രഷ് ലോണായി മാറുന്നു എന്നേ ഉള്ളൂ. അവിടെ റിയൽ പേയ്മെന്റ് ഒന്നും നടക്കുന്നില്ല. സത്യത്തിൽ അത് പേയ്മെന്റ് അല്ല. അതുകൊണ്ട് സെക്ഷൻ 43B താഴെ എക്സ്പ്ലനേഷനിൽ വ്യക്തമായി പറഞ്ഞു, ഇഫ് അരിയേഴ്സ് ഓഫ് ബാങ്ക് ഇൻട്രസ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു ഫ്രഷ് ലോൺ ആസ് പാർട്ട് ഓഫ് സെറ്റിൽമെന്റ്, ദ കൺവേർഷൻ ഇറ്റ് സെൽഫ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് പേയ്മെന്റ്. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന് പേയ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അങ്ങനെ കൺവേർട്ട് ചെയ്ത ആ ലോണ് പിന്നെ നിങ്ങൾ എത്ര അടച്ചു, അവിടെ ലോൺ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ആണല്ലോ, ഇൻട്രസ്റ്റിന്റെ അരിയറിനെ ആണല്ലോ പുതിയ വേറെ ലോണാക്കി മാറ്റിയത്. പ്രിൻസിപ്പൽ ലോൺ അവിടെ തന്നെ നിപ്പുണ്ട് ഔട്ട്സ്റ്റാൻഡിങ്. അതിന് ബാങ്കിന് ടെൻഷൻ കാണൂല, കാരണം നിങ്ങളുടെ ആധാരം എല്ലാം അവിടെ ഇരിപ്പുണ്ട്, അതിന് കൊളാട്രൽ ഉണ്ട്. ഇൻട്രസ്റ്റിനല്ലേ കൊളാട്രൽ ഇല്ലാത്ത. അപ്പൊ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ അതിനാണ് ബാങ്ക് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതെങ്ങനെയെങ്കിലും നിങ്ങൾ കൊണ്ട് അടപ്പിക്കാൻ അവർ നോക്കുന്നത്. അപ്പോൾ അരിയേഴ്സ് ഓഫ് ഇൻട്രസ്റ്റിനെ വീണ്ടും ഒരു ലോൺ ആക്കി തന്നാൽ ആ കൺവേർട്ട് ചെയ്ത ലോണ് നിങ്ങൾ ആക്ച്വലി എപ്പോഴാണ് അടയ്ക്കുന്നത്, എത്രയാണ് അടയ്ക്കുന്നത്, അന്നേരം മാത്രം അത് പേയ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അല്ലാതെ അരിയേഴ്സ് ഓഫ് ബാങ്ക് ഇൻട്രസ്റ്റിനെ കൺവേർട്ടഡ് ഇൻ ടു ഫ്രഷ് ലോൺ ആക്കുന്ന പ്രോസസ് ഒരിക്കലും പേയ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഇതാണ് ഇൻട്രസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സെക്ഷൻ 43B പേയ്മെന്റ് ബേസിസിൽ മാത്രമേ ഡിഡക്ഷൻ തരുവുള്ളൂ എന്ന് പറയുന്ന ഒന്നാമത്തെ ഐറ്റം ഡ്യൂട്ടി, ടാക്സ്, സെസ്, ഫീസ് പേയബിൾ ടു ഗവൺമെന്റ് അണ്ടർ എനി ലോ. രണ്ട്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഐറ്റം, ദാറ്റ് ഈസ് ബാങ്ക് ഇൻട്രസ്റ്റ്, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ്. ദെൻ തേർഡ്, എംപ്ലോയിക്ക് ബോണസും കമ്മീഷനും കൊടുക്കണമല്ലോ. അപ്പൊ ബോണസ് ഓർ കമ്മീഷൻ സെക്ഷൻ 36 എക്സ്പെൻസ് ആയിട്ട് തരാമെന്ന് പറഞ്ഞാലും 43B പ്രകാരം റിട്ടേൺ ഫയലിന്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ ആക്ച്വലി ആ ബോണസും ഈ പറയുന്ന കമ്മീഷന് എംപ്ലോയീസിന് പേയ്മെന്റ് കൊടുത്താലേ ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം പല എംപ്ലോയർമാരും എംപ്ലോയിക്ക് വളരെ വിശാലമായിട്ട് ബോണസ് ഒക്കെ അങ്ങ് ഡിക്ലെയർ ചെയ്യും. എന്നിട്ട് ഒരു 10 പ്രാവശ്യം മറ്റേ വാമനം വന്ന് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയിട്ട് പോയാൽ ഈ ബോണസ് കൊടുക്കാത്ത അവസ്ഥയാണ്. പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ഭയങ്കര പെർസെന്റേജ് ബോണസ് ഒക്കെ അങ്ങ് ഡിക്ലെയർ ചെയ്യും. ഇത് എപ്പോഴും അവന് കിട്ടുന്നത് 5 ഓണം കഴിഞ്ഞാൽ അവന് ഈ പൈസ കിട്ടില്ല. ഇനി കിട്ടിയാൽ തന്നെ മറ്റേ നക്കാ പിച്ച കൊടുക്കണമല്ലോ, പിച്ചായിരിക്കും ഈ ബോണസ് കൊടുക്കുന്നത്. അപ്പൊ അവൻ എപ്പോഴാണ് ഇത് കിട്ടണേ? അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ ബോണസ് ഡിക്ലെയർ ചെയ്താൽ പോരാ, PL അക്കൗണ്ട് ചുമ്മാ ഡെബിറ്റ് ചെയ്താൽ പോരാ, അത് പേ ചെയ്യും, അത് പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഡിഡക്ഷൻ തരാം. സോ സെക്ഷൻ 43B അടുത്ത ഐറ്റം ബോണസ് ഓർ കമ്മീഷൻ ടു എംപ്ലോയീസ് ആണ്. പേയ്മെന്റ് ചെയ്താലേ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂ. കാരണം പല കമ്പനികളും ബോണസും കമ്മീഷനും ബൂസ്റ്റ് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്ത് പ്രോഫിറ്റ് കുറച്ച് കാണിക്കുന്ന പ്രവണത ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് 43B പരിധിയിൽ ഇത് കൊണ്ടുവന്നത്. റിയലി പേയ്മെന്റ് കൊടുത്തിട്ട് ഡിഡക്ഷൻ എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യും. ദെൻ 43B പറയാൻ പറ്റുന്ന അടുത്ത ഐറ്റം നമ്മൾ ഓൾറെഡി 36 പറയുന്ന ഒരു ഐറ്റമാണ്. സെക്ഷൻ 36 പറയുന്ന ഒരു ഐറ്റമാണ്, എംപ്ലോയിക്ക് വേണ്ടി RPF ESI അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്കോ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്താൽ ആ കോൺട്രിബ്യൂഷൻ സെക്ഷൻ 36 ഡിഡക്ഷൻ തരാം. പക്ഷെ 43B പ്രകാരം എംപ്ലോയറുടെ ആ കോൺട്രിബ്യൂഷൻ റിട്ടേൺ ഫയലിന്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ റെമിറ്റ് ചെയ്തിരിക്കണം, പേ ചെയ്തിരിക്കണം PF അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടിലോട്ട് പേ ചെയ്തിരിക്കണം. പേ ചെയ്താലേ ഡിഡക്ഷൻ തരുള്ളൂ. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ഐറ്റം. PF അല്ലെങ്കിൽ ESI അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടിലോട്ടേക്കുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ, അതിനോടൊപ്പം NBS കോൺട്രിബ്യൂഷനും വരും. കാരണം അതും എംപ്ലോയി വെൽഫെയറിന് വേണ്ടി നടത്തുന്ന ഒരു കോൺട്രിബ്യൂഷനാണ്. അവിടെ NBSലോട്ട് ഇടുന്ന കോൺട്രിബ്യൂഷനും 43B ആപ്ലിക്കബിൾ തന്നെയാണ്. ദെൻ അടുത്ത ഐറ്റം സെക്ഷൻ 43B പറയുന്നത്, അതായത് പേയ്മെന്റ് നടത്തിയാൽ മാത്രമേ തരുള്ളൂ എന്ന് പറയുന്ന ഐറ്റം, എംപ്ലോയി ലീവ് എടുക്കാമായിരുന്നിട്ട് ലീവ് എടുക്കാതെ ആ ലീവ് സറണ്ടർ ചെയ്താവും കാശ് മേടിക്കുന്നതിന്റെ പേരാണ് ലീവ് എൻകാഷ്മെന്റ് അഥവാ ലീവ് സാലറി. അപ്പൊ ലീവ് എൻകാഷ്മെന്റ് അഥവാ ലീവ് സാലറി എന്ന് പറയുന്ന ഐറ്റം, അതും പേയ്മെന്റ് കൊടുത്താലേ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂ. പല കമ്പനികളും ലീവ് എൻകാഷ്മെന്റ് എത്ര പേയബിൾ എന്നൊക്കെ പറഞ്ഞ് ഡ്യൂ എൻട്രി ഒക്കെ ഇടും. പക്ഷെ അത് പേയ്മെന്റ് നടത്തുന്ന പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും. അപ്പൊ പേയ്മെന്റ് കൊടുത്താലേ അതും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ ലീവ് എൻകാഷ്മെന്റ് അഥവാ ലീവ് സാലറി 43B പ്രകാരം റിട്ടേൺ ഫയലിന്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ പേ ചെയ്താലേ ക്ലെയിം ചെയ്യാൻ പറ്റും. അടുത്ത ഐറ്റം, ഇന്ത്യൻ റെയിൽവേയുടെ കയ്യിൽ നിന്ന് റെയിൽവേയുടെ അസറ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിട്ട് അതിന് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്ന റെന്റ് അല്ലെങ്കിൽ ഫീസ് പേയബിൾ ടു ഇന്ത്യൻ റെയിൽവേ ഫോർ യൂസ് ഓഫ് റെയിൽവേ അസറ്റ്സ്. അവിടുത്തെ റെയിൽവേ അസറ്റ് എന്ന് പറയുമ്പോൾ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിനകത്തുള്ള ഷോപ്പുകളുടെ റെന്റ്, റെയിൽവേയുടെ പിന്നെ അകത്തുള്ള സ്പേസുകൾ നമ്മൾ അഡ്വർടൈസ്മെന്റിന് എടുത്തിട്ട് അതിന് കൊടുക്കാനുള്ള പൈസ, ഇപ്പൊ റെയിൽവേയുടെ പിന്നെ ഗുഡ്സ് ട്രെയിൻ ആണെങ്കിൽ അതിന്റെ കോച്ചുകൾ, അതിന്റെ ചില വാഗൺസ് ഈ ഇൻഡസ്ട്രിയൽ പർപ്പസിന് റോ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ ലീസിന് എടുക്കാറുണ്ട് റെയിൽവേയുടെ കയ്യിൽ നിന്ന്. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ട പൈസ. അപ്പം റെയിൽവേയുടെ അസറ്റുകൾ ഉപയോഗിക്കുന്നതിന് റെയിൽവേക്ക് കൊടുക്കേണ്ട ഫീസ് ആക്ച്വലി പേയ്മെന്റ് കൊടുത്താലേ ഡിഡക്ഷൻ തരുള്ളൂ. കാരണം പലരും ഇന്ത്യൻ റെയിൽവേയുടെ അസറ്റ് എടുത്ത് ഉപയോഗിച്ചിട്ട് അതിന്റെ ഫീസ് സമയത്തിന് കൊടുക്കുന്നില്ല, ഒത്തിരി ഡിലേ വന്നിട്ടാണ് ഫീസ് കൊടുക്കുന്നത്. അപ്പൊ അതിനെ ഒന്ന് ത്രൂ ആക്കാൻ വേണ്ടി സ്ട്രീം ലൈൻ ചെയ്യാനാണ് അവർ 43B ഇതിനെ കൊണ്ടിട്ടത്. അപ്പോൾ സെക്ഷൻ 43B 6 ഐറ്റംസ് ഇത്രയുമാണ്. ഇത് കൂടാതെ 7ാമതൊരു ഐറ്റം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് MSME ആക്ട് പ്രകാരം
മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസിന് കൊടുക്കാനുള്ള പേയ്മെന്റ് ആണെങ്കിൽ അത് മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസ് ആക്ട് MSME ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഡ്യൂ ഡേറ്റിനുള്ളിൽ പേയ്മെന്റ് കൊടുത്താലേ ഡിഡക്ഷൻ തരുള്ളൂ എന്നാ പറയുന്നത്. അവിടെ ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയലിന്റെ ഡ്യൂ ഡേറ്റ് അല്ല പറയുന്നത്. ദാറ്റ് വി വിൽ ഡിസ്കസ് സെപ്പറേറ്റ്ലി. അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ MSME ആക്ട് അല്ലാതെ ബാക്കിയുള്ള ഈ 6 എക്സ്പെൻസ് ആണ്. അപ്പൊ MSME മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസിന് കൊടുക്കേണ്ട പേയ്മെന്റും കൂടെ നോക്കിക്കഴിഞ്ഞാൽ 7 ഐറ്റം 43 ബിൽ ഉണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷേ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസിന്റെ ഏതെങ്കിലും അസസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബിസിനസ്സുകാരനാണ്, എന്റെ ബിസിനസിന്റെ ആവശ്യത്തിന് ഞാൻ സാധനം പർച്ചേസ് ചെയ്തത് മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ അവന് ഞാൻ കൊടുക്കേണ്ട പേയ്മെന്റ് റിട്ടേൺ ഫയലിന്റെ ഡ്യൂ ഡേറ്റ് അല്ല അവിടെ പറയുന്നത്. MSME ആക്ട് പ്രകാരം ഒരു ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡ്യൂ ഡേറ്റിനുള്ളിലാണ് ഞാൻ അവന് പൈസ കൊടുത്തതെങ്കിൽ ഈ വർഷം എക്സ്പെൻസ് ക്ലെയിം ചെയ്യാം. ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാണ് എക്സ്പെൻസ് പേയ്മെന്റ് കൊടുത്തെങ്കിൽ പേയ്മെന്റ് കൊടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അല്ലാതെ ഈ 43 ബിൽ ഈ 6 ഐറ്റമാണ്. അപ്പൊ ഈ 6 എക്സ്പെൻസ്, അതായത് ഒന്ന് എനി ഡ്യൂട്ടി, ടാക്സ്, സെസ്, ഫീസ് പേയബിൾ ടു ഗവൺമെന്റ് അണ്ടർ എനി ലോ. 2 ഇൻട്രസ്റ്റ്, ആ സ്പെസിഫൈഡ് സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കുന്ന ലോണുകളുടെ ഇൻട്രസ്റ്റ്, ബിസിനസിന്റെ ആവശ്യത്തിന് എടുക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ്. പിന്നെ ബോണസ് ആൻഡ് കമ്മീഷൻ, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു PF, ESI എക്സെട്ര, ലീവ് എൻകാഷ്മെന്റ്, പിന്നെ ഈ പറയുന്ന ഫീസ് പേയബിൾ ടു ഇന്ത്യൻ റെയിൽവേ ഫോർ യൂസ് ഓഫ് റെയിൽവേ അസറ്റ്സ്. ഈ 6 എക്സ്പെൻഡിച്ചർ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ബുക്സിൽ ഡെബിറ്റ് ചെയ്താൽ P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്താൽ പോരാ. ആ ഡെബിറ്റ് ചെയ്ത എക്സ്പെൻസ് ITR ഫയലിന്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ റിയൽ ആയിട്ട് പേയ്മെന്റ് പോയിരിക്കണം. ഇല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കാത്ത അത്രയും പോർഷൻ ഡിസലോ ചെയ്യും. പക്ഷേ ഇതൊരു ടെമ്പററി ഡിസലവൻസ് ആണ്. ഇഫ് ദ പേയ്മെന്റ് ഹാസ് ബീൻ മെയ്ഡ് സബ്സിക്വന്റ്ലി ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ്. നിങ്ങൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ITR ഫയലിന്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയറിൽ ഇതിന്റെ പേയ്മെന്റ് കൊടുത്താൽ നെക്സ്റ്റ് ഇയർ ഡിഡക്ഷൻ ക്യാൻ ബി ക്ലെയിംഡ് ബാക്ക്. So it is a absolutely temporary disallowance. It is not a permanent. So if you comply with the provision later point of time, the next year you can claim it back. Deduction തിരിച്ചു കിട്ടും. ഇതാണ് സെക്ഷൻ 43 ബിയിലെ ആദ്യത്തെ 6 ഐറ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്.